ഇടുക്കി മൂന്നാർ കാലാവസ്ഥയും പ്രതീതിയും നൽകുന്ന മഞ്ഞുമൂടിയ കോട നിറഞ്ഞ പ്രഭാതം. തേയിലത്തോട്ടങ്ങൾക്ക് പകരം തട്ടുതട്ടായുള്ള സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ മഞ്ഞപ്പൂക്കളും ചുവന്നു തുടുത്ത പഴങ്ങളുമായി നിൽക്കുന്നു. ആരെയും മോഹിപ്പിക്കുന്ന ഈ കാഴ്ചകൾ സമ്മാനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ തൻസീർ എന്ന കർഷകന്റെ തോട്ടമാണ്. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രം മണക്കാടാണ്. 25 years ആയിട്ട് അഡ്വർടൈസിങ് ഏജൻസിയാണ്. പരസ്യ കമ്പനി നാട്ടിലും ദുബായിലുമായിട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് കൃഷി ഒരു പാഷനായതുകൊണ്ട്, എനിക്ക് കൃഷി ഒരു പാഷനായതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഞങ്ങൾ ചെയ്യുന്നത് റംബൂട്ടാനും മാംഗോസ്റ്റിനും നാരങ്ങ അങ്ങനെയുള്ള കൃഷിയാണ് ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈഫ് അസീഖാനസ് അഡ്വർടൈസിങ് ഏജൻസിയിൽ കൂടെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഫാമിങ്ങിലും താല്പര്യമുണ്ട്. എൻ്റെ കൂടെ തന്നെ ഇവിടെയും വർക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്, BBA ഫസ്റ്റ് ഇയർ, ഏഷ്യൻ ബിസിനസ് സ്കൂള് പള്ളിപ്പുറത്താണ്. മോൻ 10th ക്ലാസ് ശാന്തിനികേതൻ വഴുതക്കാടാണ് പഠിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഈൽഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളത് സെയിൽ ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാച്ചുറൽ ഫാമിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വെച്ചൂർ പശുവിൻ്റെ ചാണകവും മൂത്രവും വെച്ചിട്ട്, ഗോമൂത്രവും വെച്ച് ഞങ്ങൾ സ്ലറി ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ എല്ലാ മാസവും ഇതിൻ്റെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ ചാണകപ്പൊടിയും ചെയ്യുന്നുണ്ട്. ചാണകപ്പൊടി ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പഴം തന്നെ ഏകദേശം 400 ഗ്രാം നമുക്ക് വരുന്നുണ്ട്. 400-450 ഗ്രാമിനുള്ളിൽ നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ട്. നമ്മൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. 5 ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഗുണമേന്മയുള്ള മികച്ച നടീൽ വസ്തുക്കൾ കൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങളിവിടെ നട്ടിരിക്കുന്ന 5 ഏക്കർ ഭൂമിയിലാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ 4 ചെടി വെച്ചിട്ട് 8000 ചെടിയാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ്യിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നേക്ക് ഏകദേശം 1 വർഷമാകുന്നു. ഞങ്ങൾ ഈൽഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവറേജ് ഒരു പഴം 420-430 ഗ്രാം വരുന്നുണ്ട്. കട്ടിങ്സ് ഞങ്ങൾ വാങ്ങിച്ചത് തേക്കട, അതായത് വെമ്പായത്തുള്ളൊരു ഫാമിൽ നിന്നാണ് ഞങ്ങൾ കട്ടിങ്സ് വാങ്ങിച്ചിട്ടുള്ളത്. കട്ടിങ്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുമായിരുന്നു, നട്ട് പൊടിപ്പിക്കുകയായിരുന്നു. പൊടിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നട്ടത്. നാച്ചുറൽ ഫാമിംഗ് അഥവാ പ്രകൃതി കൃഷി പിന്തുടരുന്ന ഈ തോട്ടത്തിൽ രാസവളങ്ങളോ രാസകീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ തോട്ടത്തിൽ ആവശ്യമായുള്ള വളം ഇവിടുള്ള വെച്ചൂർ പശുക്കളിൽ നിന്നും ലഭിക്കുന്നു. നമ്മളെ ഫ്രൂട്ട് ശരിക്കും നാച്ചുറൽ ഫാമിങ്, അതായത് നാച്ചുറൽ ഫാമിങ്ങിൽ നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. പ്യുവർ ഓർഗാനിക്കായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ചെടിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ചെടിയിൽ നിന്ന് നമ്മൾ 3 വർഷം കഴിയുമ്പോൾ ഒരു പോസ്റ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 30 കിലോയാണ്. ഇപ്പോൾ നമുക്ക് അത്രയും കിട്ടത്തില്ല. 30 കിലോഗ്രാമാണ് എല്ലാവരും നേരത്തെ കൃഷി ചെയ്തിരുന്നവരൊക്കെ പറയുന്നുണ്ട്. നമ്മളത് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏകദേശം 1 ടണ്ണോ 2 ടണ്ണോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിലോയ്ക്ക് ഇപ്പോൾ നമുക്ക് ഹോൾസെയിൽ വില കിട്ടുന്നത് 150 റുപ്പീസാണ് നമുക്ക് ഹോൾസെയിൽ വിലയായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പം ട്രിവാൻഡ്രം ചാല മാർക്കറ്റിലാണ്, അവിടുത്തെ ഹോൾസെയിലേഴ്സാണ് നമ്മളെ നിന്ന് ഫ്രൂട്ട് എടുക്കുന്നത്. ഈ 5 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഈ 5 ഏക്കർ ഭൂമി എന്ന് പറയുന്നത്. ഇതിൽ റബ്ബറായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇത്രയും നന്നായിട്ടല്ല തട്ടായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതിനെ തട്ടാക്കി മാറ്റി എടുക്കുകയാണ് ചെയ്തത്. ഹിറ്റാച്ചി വർക്ക് തന്നെ ഏകദേശം ഒരു 60 ഡേയ്സ് 60 ദിവസത്തോളം നമുക്കിവിടെ ഹിറ്റാച്ചി വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്തെടുത്തത്. ഈ പോസ്റ്റുകളെല്ലാം തന്നെ ഞങ്ങൾ അടിച്ചത് ഇവിടെ തന്നെയാണ്. മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് ഡൈ ഉണ്ടാക്കിയിട്ട്, GI പൈപ്പിൽ ഡൈ ഉണ്ടാക്കിയിട്ട് ഇവിടെ മേശിരിമാരെ വെച്ചിട്ട് ഇവിടെ ചെയ്തിരുന്നത്. 2000 പോസ്റ്റ് നമ്മളിവിടെ ഇട്ട് തന്നെയാണ് ചെയ്തത്. അത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. എന്നാലും ആവറേജ് ഒരു 1500 രൂപ ഒരു ചെടി ഞങ്ങൾ പോസ്റ്റ് ഇട്ട് വളം ഇട്ട് കഴിയുമ്പോഴേക്കും 1500 റുപ്പീസ് പെർ പോസ്റ്റിന് നമുക്ക് സ്പെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. 5 ഏക്കറോളം വരുന്ന ഈ തോട്ടത്തിലെ കളകൾ പറിച്ച് വൃത്തിയായി കൃഷിയിടം പരിപാലിക്കുന്നതും കൃത്യസമയത്ത് വെള്ളവും വളവും നൽകുന്നതും ഇവിടുത്തെ സമീപവാസികളായ തൊഴിലാളികളാണ്. അധികം വെള്ളം ആവശ്യമില്ലാത്ത ഡ്രാഗൺ ചെടികൾക്ക് ചൂടേറിയ വേനൽക്കാലത്ത് നന അത്യാവശ്യമാണ്.
ഇത് നമ്മൾ പൈപ്പ് ഇവിടെ ടാപ്പ് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഉണക്ക് കാലത്ത് ഇത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. വെയിലടിച്ചിട്ട് മഞ്ഞളിക്കുന്നുണ്ട് ചെടിയുടെ തണ്ട്. നല്ല വെയിൽ വരുമ്പോഴേക്കും മഞ്ഞളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സബ്സിഡി പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തില്ല. അപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്കിനി വരും സമയങ്ങളിൽ അത് ചെയ്യാൻ വേണ്ടി പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ടാപ്പ് വെച്ചിട്ടുണ്ട്. ഓസിട്ട് വെയിലത്ത് നനച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഒരു 300-400 ചെടി പെർ ഡേ, 300-400 പോസ്റ്റ് പെർ ഡേ നനയ്ക്കുന്നുണ്ട്. കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ടയറുകൾക്ക് മുകളിലായിട്ടാണ് ഡ്രാഗൺ ചെടികൾ പടർന്നു വളരുന്നത്. നമ്മൾ ഈ ടയർ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് സ്പെൻഡ് കൂടുതലായിരുന്നു. പക്ഷേ കട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് 2000 പോസ്റ്റിലും ഒരു ടയറിനെ എടുത്തിട്ട് കട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത് അതിനെ രണ്ടായിട്ടും തിരിച്ചാണ് വെച്ചിരിക്കുന്നത്, കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ പോസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ കമ്പി ഇട്ടിട്ട് 2 ഹോളിട്ട് കമ്പി ഇട്ടാണ് അതിൽ ഈ ടയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പടർത്തിയാണ് ഇത് വിടുന്നത്. 1 വർഷം കൊണ്ട് തന്നെ, ഇത് 1 വർഷം ആയിട്ടില്ല, ഈ പ്ലാന്റ് 1 വർഷം ആയിട്ടില്ല. നമ്മൾ ആദ്യം നട്ട പ്ലാന്റാണ് 1 ഇയർ ആയിരിക്കുന്നത്. ഇന്നേക്ക് 1 വർഷം ആയിട്ടുള്ളൂ. ഇതൊക്കെ ഏകദേശം ഒരു 8 മന്ത്സ് ആവുള്ളൂ. 8 മന്ത്സും ആവില്ല, 7 മന്ത്സ് ഒക്കെ ആവുള്ളൂ ഈ പ്ലാന്റ്. കൃഷിക്ക് എല്ലാവിധ പിന്തുണയുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട്. ഇദ്ദേഹം 5 ഏക്കറോളം വരുന്ന തൻ്റെ ഭൂമിയിൽ ഡ്രാഗൺ കൃഷി ചെയ്തു വരികയാണ്. ഏകദേശം 2000-ഓളം പ്ലാന്റ്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ 2-3 വെച്ചൂർ പശുക്കളും ഇതുണ്ട്. നമ്മുടെ നാച്ചുറൽ ഫാമിംഗ് ആയിട്ടാണ് ഇദ്ദേഹം ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ SHM പദ്ധതി പ്രകാരമുള്ള ഫുഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ നമ്മൾ ധനസഹായം വിതരണം ചെയ്തിട്ടുള്ളതാണ്. ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ കൃഷി വിപുലീകരിക്കുന്നതിന് വേണ്ട നമ്മുടെ സർക്കാർ പദ്ധതികളും അതുപോലെ തന്നെ ജനകീയാസൂത്രണ പദ്ധതികളും ഉൾപ്പെടുത്തി ഇദ്ദേഹത്തെ സഹായിക്കാം. ഞങ്ങൾ ആത്മയിൽ ഈ ഫീൽഡ് നാച്ചുറൽ ഫാമിങ്ങിന് തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ വെച്ചൂർ പശുവുണ്ട്. അപ്പോൾ അതിൻ്റെ ചാണകം ഉപയോഗിച്ചിട്ട് ബീജാമൃതം അങ്ങനെയുള്ള ജൈവ വളങ്ങളാണ് ഇവിടെ ഇവർ പ്രായോഗികമായി കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. കുറഞ്ഞ കാലയളവിൽ മികച്ച ആദായം നൽകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ കർഷകർക്ക് നല്ലൊരു വരുമാന മാർഗമാണ്. പല ഇനങ്ങളുണ്ടെങ്കിലും ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് പഴങ്ങൾക്കാണ് ആവശ്യക്കാരേറെ. മഞ്ഞ നിറമുള്ള നീണ്ട കോഴിവാൽ പോലുള്ള ഡ്രാഗൺ പൂക്കൾ നമുക്കിവിടെ കാണാം. തൻസീറും ഭാര്യയും മക്കളും കൂടാതെ സഹോദരിയുടെ മകനുമാണ് ഈ തോട്ടത്തിലെ പ്രധാന സഹായികൾ. കൃഷിയോടുള്ള അമിതമായ ഇഷ്ടവും ആഗ്രഹവുമാണ് പരസ്യ കമ്പനിയുടെ തിരക്കുകൾക്കിടയിലും തൻസീറിനെ ഈ തോട്ടമൊരുക്കാൻ പ്രേരിപ്പിച്ചത്. ആര്യനാട് കൃഷിഭവൻ പരിധിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് തൻസീർ. ഇദ്ദേഹത്തിന് 200 സെൻറ്റോളം ഫീൽഡിൽ നമുക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഏരിയ എക്സ്പാൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈൽഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു കോൾഡ് സ്റ്റോറേജ് ചേംബറോ അല്ലെങ്കിൽ തന്നെ പാക്ക് ഹൗസോ എന്നുള്ള രീതിയിലൊക്കെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് അദ്ദേഹത്തിന് ആനുകൂല്യം കൊടുത്ത് സഹായിക്കാൻ കഴിയുന്നതാണ്. അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും കൃഷി വകുപ്പിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നും നൽകാവുന്ന സഹായങ്ങൾ വാങ്ങിക്കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഏറെ ഉത്സാഹം ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പാണ്. രുചിയേറും ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ ഉൾവശം മനോഹരമായ നിറത്തോടുകൂടിയ പൾപ്പ് നിറഞ്ഞതാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. നമ്മൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൗഡർ രൂപത്തിലേക്ക് ഇതിനെ മാറ്റാമെന്ന് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അത് ബാംഗ്ലൂർ ബേസ് ചെയ്തൊരു കമ്പനിയാണ് ചെയ്യുന്നത്. അവരുമായിട്ടൊന്ന് സംസാരിച്ചു, അവിടെ പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് പോയി കണ്ടതിന് ശേഷം നമുക്ക് ഇത് പൗഡർ രൂപത്തിലാക്കിയിട്ട് കുട്ടികൾക്കും അതായത് പ്രായമായവർക്കും അസുഖബാധിതർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പൗഡർ രൂപത്തിൽ ഇത് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട് ആക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിന് ഡ്രൈ ഫ്രൂട്ട് ആക്കിയാലും നമുക്കിത് നല്ല വില കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയും ഇവിടുണ്ട്.
ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ചെറുതായിട്ടൊക്കെ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പയർ നട്ടിട്ടുണ്ട്, വെണ്ട, ടൊമാറ്റോ ഉണ്ട്, ചില്ലി ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വീട്ടിനുള്ള എല്ലാ വെജിറ്റബിൾസും ഒക്കെ ഇപ്പം നട്ട് വരുന്നുണ്ട്. 2-3 വെറൈറ്റി മുളക് നട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ദുബായിൽ പോയ സമയത്ത് സുഡാൻ മുളക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു മുളക്, അതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നോർമൽ പച്ചമുളകുണ്ട്, തൊണ്ടമുളക് നട്ടിട്ടുണ്ട്, സാമ്പാർ മുളക്, പിന്നെ ഒരു ഒരു ബ്ലൂ കളർ ഒരു ചില്ലിയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പം പുറത്ത് മാർക്കറ്റിൽ 300 അടുപ്പിച്ച് kgക്ക് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. പച്ചക്കറികളൊക്കെ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാലും ഒത്തിരി ആയപ്പോൾ അത് പുറത്ത് കൊടുത്തു. 1 കിലോ 300 രൂപ കണക്കാക്കി ഇങ്ങനെ കൊടുത്തു, മുളക് മാത്രം. പിന്നെ ബാക്കി സലാഡ്, വെള്ളരി അതൊക്കെ എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. വഴുതനയും കത്തിരിയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. വെണ്ട വിളവെടുത്ത് തുടങ്ങി കഴിഞ്ഞു. കാറ്റും വെളിച്ചവും കടക്കുന്ന മനോഹരമായ ചെറിയ റിസോർട്ട് പോലുള്ള വീടാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഫാം ടൂറിസം ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ ഈ തോട്ടത്തിലൊരുക്കാൻ തൻസീർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആർക്കു വേണമെങ്കിലും ഈ തോട്ടത്തിൽ വന്ന് മനോഹരമായ തോട്ടം കണ്ട് ഡ്രാഗൺ ഫ്രൂട്ടുകൾ വാങ്ങിക്കാവുന്നതാണ്. ഇത് നാച്ചുറൽ ഫാമിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്രൂട്ടാണ് കിട്ടുന്നത്. നമുക്കിവിടെ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് ഇതിൽ രാസവളങ്ങളൊന്നും പ്രയോഗിക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ തോട്ടത്തിൽ, അതായത് കാട്ടാക്കട, ആര്യനാട് കുറ്റിച്ചലിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിൽ ചപ്പാത്ത് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഈഞ്ചപ്പുരിയിലാണ് നമ്മുടെ ഫാം നിൽക്കുന്നത്. അവിടെ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് കണ്ടതിന് ശേഷം വാങ്ങാൻ പറ്റുന്നതാണ്. ഓർഗാനിക്കാണ്, പ്യുവർ ഓർഗാനിക് ഫ്രൂട്ടാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് തൻസീർ 9447029708